defect of jurisdiction or other cause of a like nature anengil, that period will be excluded. Notwithstanding anything contained in Rule 2 of Order 23. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയണം. മനസ്സിലാക്കിയിട്ട് പോയാൽ മനസ്സിലായില്ല. Order 23 Rule 1 speaks of abandonment and withdrawal of suits. Order 23 Rule 1 Sub-Rule 3 speaks of withdrawal of suits. Withdrawal can be with permission of the court or without permission of the court. If it is without permission of the court on the same subject matter, you cannot file another suit. Court may grant permission on two grounds. One, there is a formal defect. Two, any other sufficient reason. That is flexible. Then the court will grant permission. If permission is granted, you can file a fresh suit. പക്ഷേ, which is subject to Rule 2. Rule 2 says, bar of limitation save ചെയ്യില്ല ഫ്രഷ് സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. എങ്ങനെ? ആദ്യത്തെ സൂട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള പരിഗണനയിലാണ് പോവുക. നിങ്ങൾ വിഡ്രോ ചെയ്ത സൂട്ട് ഫയലാക്കിയതായിട്ട് കണക്കാക്കാനേ പാടില്ല. രണ്ടാമത് സൂട്ട് കൊടുക്കുമ്പോൾ ആ ഡേറ്റ് നോക്കുക, അത് ബാറുണ്ട്. സെക്ഷൻ 14 എന്താ പറയുന്നത്? If you are prosecuting in good faith with due diligence another civil proceeding in a court which because of defect of jurisdiction or other cause of a like nature could not entertain it, the period during which you are prosecuting that suit will be excluded. അതാണ് 14(1). 14(3) പറയുന്നു, notwithstanding anything contained in Rule 2 of Order 23, if the withdrawal was necessitated because of defect of jurisdiction or other cause of a like nature, as in 14(1), then notwithstanding anything contained in Rule 2 of Order 23, the period during which you are prosecuting in a wrong court the proceeding shall be excluded. Appo Order 14, Order 23, Rule 1, 3, Rule 2 ഇതിൽ പറയുന്നതിലെ ഒരു പോർഷൻ ഇങ്ങോട്ട് കാർവ് ഔട്ട് ചെയ്തിട്ട് അവിടെ Order 23 Rule 2ന്റെ റിഗറിന്ന് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കേസിനെ മാത്രം വലിച്ചെടുത്ത് അതിന് എക്സ്ക്ലൂഷൻ കൊടുത്തിരിക്കുക. അപ്പൊ വിഡ്രോ ചെയ്തു, ആ വിഡ്രോ ചെയ്ത് രണ്ടാമത് സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റേഷന് അവിടെ സേവ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല, എക്സ്ക്ലൂഷന് യാതൊരു വകുപ്പുമില്ല. പക്ഷേ അത് എന്തു തന്നെ ആയാലും ആ withdrawal was necessitated on the ground of defect of jurisdiction or other cause of a like nature of the first court. Notwithstanding anything contained in Rule 2 of Order 23, you are entitled to exclusion of that. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. എത്ര വേണമെന്ന് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഈ ലൈക്ക് നേച്ചറിനെ അഡ്ജസ്റ്റ്മെന്റ് ജനറൽസ് ആയിട്ടുള്ള എടുക്കാൻ പറ്റുള്ളൂ സാറേ, അല്ലാതെ ഒരു സുപ്രീം കോടതി ഡിസിഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ സംഗതി മനസ്സിലായില്ലേ? വേറൊരു കോടതിയിൽ ഫ്രഷ് സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ മാത്രമല്ലേ ഇത് ബാധകമാവുള്ളൂ, അതേ കോടതിയിലാണ് പറ്റില്ലല്ലോ. അതേ കോടതിയിലാണെങ്കിൽ അതിന്റെ ഫ്രഷ് സൂട്ട് ഈ ഡിഫക്റ്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓർ അതർ കോസ് ഓഫ് ലൈക്ക് നേച്ചർ ആ കോർട്ട് സെയിം കോസ് ഓഫ് ആക്ഷൻ അല്ലേ സർ? സെയിം കോസ് ഓഫ് ആക്ഷൻ ഒന്നും വരുന്നില്ലേ? സെയിം കോസ് ഓഫ് ആക്ഷൻ, സെയിം നാച്ചർ എന്ന് പറഞ്ഞല്ലോ. സെയിം കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നില്ലേ? സെയിം സബ്ജക്ട് മാറ്റർ എന്നേ പറയുന്നു. സബ്ജക്ട് മാറ്റർ ഇറ്റ് ക്യാൻ ബി എ ഡിഫറെന്റ് സൂട്ട്, ഇറ്റ് ക്യാൻ ബി എ ഡിഫറെന്റ് സൂട്ട്, ഡിഫറെന്റ് സൂട്ട്. സെയിം സബ്ജക്ട് മാറ്റർ എന്നാ പറയുന്നത്. കാരണം ഓർഡർ 9 ഓർഡർ 213 സെയിം കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു സെയിം കോസ് ഓഫ് ആക്ഷൻ എന്നൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് ഇതിലില്ല. ഇതില് സെയിം സബ്ജക്ട് മാറ്റർ ഉണ്ട്. താങ്ക് യു സർ.
അതൊക്കെയാണ് അതിലത്തെ സ്ലൈറ്റ് വ്യത്യാസങ്ങൾ. യെസ്, ഇപ്പോ സെക്ഷൻ 14 അതിലൊരു എക്സ്പ്ലനേഷൻ ആണ്. In excluding the time which a former civil proceeding was pending, the day on which that proceeding was instituted and the day on which it ended shall both be counted. A plaintiff or an applicant resisting an appeal shall be deemed to be prosecuting a proceeding. എന്തായിട്ട് അർത്ഥം? A plaintiff or an applicant resisting an appeal shall be deemed to be prosecuting a proceeding. എന്തായിട്ട് അർത്ഥം? പിന്നെ സ്റ്റുഡന്റ് ജനറൽസ് misjoinder of parties and cause of action shall be deemed to be a cause of a like nature with the defect of jurisdiction. കണ്ട ആ ബിയിലെ അർത്ഥം എന്താ? For the purpose of this section, a plaintiff or an applicant resisting an appeal shall be deemed to be prosecuting a proceeding. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? Appeal is equally covered applicable to appeal also. To appeals. Who can be withdrawn at the appeal also. So അപ്പീൽ ഓൾസോ അവിടെ അർത്ഥം അങ്ങനെ ക്ലിയർ ആയില്ല. കൗണ്ടർ ക്ലെയിം ആണോ അതോ ക്രോസ് അപ്പീൽ ആണോ സാർ? അതൊന്നല്ല. അല്ലല്ലേ. ഒരു പെറ്റീഷനിൽ ഓർഡർ ആക്കിയിട്ട് അതിനെതിരെ അപ്പീൽ കൊടുക്കുമ്പോൾ അതിനെ കണ്ടസ്റ്റ് ചെയ്യുന്നതും ഇതിൽ അതായത് ഇപ്പൊ ഞാൻ ഒരു സൂട്ട് കൊടുക്കും ഇൻ എ റോങ് കോർട്ട്, അവിടെ ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ, അപ്പൊ എന്റെ സൂട്ട് തള്ളി, ഞാൻ അതിന്റെ മുകളിൽ ഒരു അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ കൊടുക്കുമ്പോ ആ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് അപ്പീൽ അതിന് ഞാൻ വാദിക്കുന്നത് ഇതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്നാണ്. പക്ഷെ അപ്പീൽ കോർട്ടും പറയുന്നു ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് രണ്ടാമത്തെ സൂട്ട് കൊടുക്കും. അപ്പൊ ഈ അപ്പീൽ പീരിയഡും എക്സ്ക്ലൂഡ് ചെയ്യും, ബോണഫൈഡീസ് ഒക്കെ വേണം. അപ്പൊ അവിടെ ഈ പ്രോസിക്യൂട്ടിംഗ് ദ അപ്പീൽ ഇൻക്ലൂഡ്സ് ദിസ്. Plaintiff or applicant resisting an appeal shall be deemed to be prosecuting a proceeding. അവിടെ plaintiff or an applicant resisting an appeal. അപ്പൊ നോക്കിക്കോളൂ, ഒരു സൂട്ട് കൊടുത്തു, ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞ് ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് ഡിഫൻഡന്റ് റേസ് ചെയ്തിരുന്നു. ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ കോർട്ട് പറഞ്ഞ ഒരു ഡിഫക്റ്റും ഇല്ല. അതിന്റെ മുകളില് അപ്പീൽ പോയി. ആര്? ഡിഫൻഡന്റ്. അപ്പലേറ്റ് കോർട്ട് പറഞ്ഞു ഡിഫക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ. അപ്പോ വിച്ച് നെസസിറ്റേറ്റഡ് ഫയലിംഗ് ആണ്. അപ്പൊ ഏത് പീരീഡാ എക്സ്ക്ലൂഡ് ചെയ്യുക? നമ്മൾ ജയിച്ച ട്രയൽ കോർട്ടിലും ഉള്ള പീരീഡും ഈ അപ്പലേറ്റ് കോർട്ടിൽ ഈ അപ്പീൽ പ്രോസിക്യൂട്ട് ചെയ്ത് ആസ് എ റെസ്പോണ്ടന്റ് പ്രോസിക്യൂട്ട് ചെയ്യുന്ന പീരീഡും എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് എന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ചിലതൊക്കെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചാലേ മനസ്സിലാവും. അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട് ലിമിറ്റേഷനായി. കുറച്ച് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാരി കിടന്ന് വായിച്ചാൽ ശരിയാവും. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം. ആലോചിച്ച് മനനം ചെയ്ത് വായിച്ചെടുക്കും. ഇനി ആ സെക്ഷൻ 14 കുറച്ച് ഡിസിഷൻസ് എഴുതിപ്പോ. 1997 1 KLP 777 രാജരത്ന നായ്ക്കൻ വേഴ്സസ് പരമേശ്വര പ്രൂ. Then 1993 2 KLT 467 തങ്കമ്മ വേഴ്സസ് ഭാരതി പിള്ളை. 1991 1 KLT 218 സാമുവൽ ജോസഫ് വേഴ്സസ് രാമചന്ദ്രൻ ചെല്ലയ്യ. 1987 2 KLT 578 Sarojini versus Patumal. 1983 KLT 922 Mookan Devasi House.
വേഴ്സസ് രാജപ്പൻ പിള്ളை. 1986 KLT 982. പരമേശ്വരൻ വേഴ്സസ് രാമചന്ദ്രൻ. 86 പാർട്ട് ഏതാ? 86 പാർട്ടില്ല. 87 മുതൽക്ക് പാർട്ട് വന്നു. 86 ഒറ്റ പാർട്ടേ ഉള്ളൂ. 87 87 1 87 2 വന്നു. നോക്കട്ടെ കേട്ടോ, അപ്പൊ തന്നെ നോക്കി പറഞ്ഞുതരാം. യെസ്, 86 ഒരു ഒറ്റ വോളേ ഉള്ളൂ. പരമേശ്വരൻ വേഴ്സസ് രാമചന്ദ്രൻ. പരമേശ്വരൻ വേഴ്സസ് രാമചന്ദ്രൻ. അതില് ജസ്റ്റിസ് കള്ളിയത്ത് പറഞ്ഞു സെക്ഷൻ 14 is to be construed liberally. കണ്ട അവിടെ മുതൽക്ക് ആ ചേഞ്ച് വന്നു. മറ്റേ ലിബറലൈസേഷൻ, a change of view. Then 1980 KHC 323. ഞാൻ KHC തരുന്ന അന്ന് KHC ഒന്നുമില്ല, പക്ഷെ നമ്മുടെ സെർച്ച് എഞ്ചിൻ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് KLT ഷോർട്ട് നോട്ടാണ്. 80 KHC 323. നാച്ചിമുത്തു ഗൗണ്ടർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അല്ല, പോറ്റിസാറും ജാനകി തന്നെ. അതിന് അപ്രോപ്രിയേറ്റ് കേസസ് ആർട്ടിക്കിൾ 226 പ്രോസിക്യൂട്ട് ചെയ്യുന്ന മാറ്ററിന്റെ ടൈമും കൂടി എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ MP സ്റ്റീൽ കോർപ്പറേഷൻ, ഇന്നലെ നമ്മൾ പറഞ്ഞു റോയിങ്ടൺ നരിമാന്റെ ജഡ്ജ്മെന്റ്. MP സ്റ്റീൽ കോർപ്പറേഷൻ വേഴ്സസ് കമ്മീഷൻ ഓഫ് സെൻട്രൽ എക്സൈസ്. 2015 7 SCC 58. പക്ഷെ അത് 14-ലല്ല കേട്ടോ, വേണ്ട. 14-ലല്ല, അത് ഞാനിവിടെ എഴുതിയത് മാത്രം. 14-ലല്ല, വേണ്ട, വെട്ടിക്കോ. ഇനി 79 KLT 493 വിശ്വനാഥ് അയ്യർ. അബ്രഹാം വേഴ്സസ് 493 പേജിൽ 493 അബ്രഹാം വേഴ്സസ് സദാനന്ദൻ ആൻഡ് അതേഴ്സ്. അത് കോപ്പിറൈറ്റ് കേസാണ്. അതിൽ പറഞ്ഞു മുൻസിഫ് കോർട്ടിൽ കൊടുത്തു ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്. Period during which the suit was pending in the Municipal Court cannot be excluded. Time granted while returning the plaintiff in the wrong court for presentation before does not come under 40. A failure to look at that point. A failure to look into the provision of law cannot be said to be a bona fide error. എന്ന് പറഞ്ഞു. അന്നത്തെ റിജിഡ് വ്യൂ ആണ്. അതേ കോപ്പിറൈറ്റ് കേസ്, അതേപോലെ വേറൊരു കോപ്പിറൈറ്റ് കേസ് നോക്കിക്കോളൂ. ഡിസിഷൻ ഞാൻ വേറെ പറഞ്ഞുതരാം. ജസ്റ്റിസ് ഹരിഹരൻ നായരുടെ അനസ് അബ്ദുൽ ഖാദർ പറഞ്ഞുതരാം അതിന്റെ സൈറ്റേഷൻ. 2001 KLT 428. അപ്പോഴേക്കൊക്കെ സുപ്രീം കോർട്ടിന്റെ വ്യൂ ചേഞ്ച് ചെയ്തു. AER 72 Supreme Court 730. 72 Supreme Court 730. Ravindranath Samuel so and so 730. അതും ഇതാണ് ഒക്കെ റിജിഡ് വ്യൂ ആണ്. Then 1985 Supreme Court AER 1985 Supreme Court 1669. Then 2009 3 KLT 627. Food Corporation versus Mohammad Kunji. Then 2007 4 KLT 848. Videocon International Limited versus Messrs Logos Traders. Logos, LOGOS.
പിന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡിസിഷൻ AER 1985 സുപ്രീം കോർട്ട്. AER 85 സുപ്രീം കോർട്ട് 39. സഫർ ഖാൻ വേഴ്സസ് ബോർഡ് ഓഫ് റവന്യൂ. അതില് ഈ കോസ് ഓഫ് എ ലൈക്ക് നേച്ചർ, it has to be read adjustum generis with the expression defect of jurisdiction. So construed, the expression other cause of a like nature must be so interpreted as to convey something analogous to the preceding words from defect of jurisdiction. Prima facie, it appears that there must be some preliminary objection, which, if it succeeds, the court would be incompetent to entertain the proceeding on merits. Such defect could be stated to be of like nature as defect of jurisdiction. Conversely, the party seeking the benefit of the provision of section 14 failed in the earlier proceeding on merits and not on defect of jurisdiction or other cause of a like nature. It would not be the benefit of section 40. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സുപ്രീം കോർട്ട് പറയുന്നു. എന്താണ് ഡിഫക്റ്റ് അതർ കോസ് ഓഫ് എ ലൈക്ക് നേച്ചർ? AER 1997. അത് വേണ്ട. ഇത്ര AER 1997 Supreme Court 1686. Sundar Das and others. പിന്നെ വേറൊരു കേസ് സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2005 SCC 2005 SCC 355. അത് KLT യിലുണ്ട്. 2002 KLT 771. അതിൽ പാരഗ്രാഫ് 12 എന്താ പറഞ്ഞത്? Section 14 of the Limitation Act does not speak of civil court but speaks of only a court. സിവിൽ കോർട്ട് വേണമെന്നില്ല, കോർട്ട് മതി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആദ്യമായിട്ട് പറഞ്ഞ ഡെസിഷൻ ഇതാണ്, സാരഥീസ് കേസ്. കൊറേ ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഐ വിൽ സജസ്റ്റ് you see 75 episodes of 25 minutes. Limitation Act, that link I have given to your president. അത് എടുക്കുക, നോക്കുക. ഓരോ ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴൊക്കെ ഈ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, ഓരോന്നൊക്കെ കേൾക്കുക. ലിങ്ക് ഒന്ന് പറഞ്ഞുതരാം സാർ. ആ ലിങ്ക് www.justice.kt ശങ്കരൻ. യൂട്യൂബിലുണ്ട്. അത് അല്ല, അതാ ലിങ്ക് അടിച്ചാൽ എല്ലാം ഒറ്റയടിക്കും. മറ്റേത് നിങ്ങൾ സെർച്ച് ചെയ്യണ്ടേ. യൂട്യൂബിൽ സാറിന്റെ പേരൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് വഴിക്ക് കിട്ടില്ലല്ലോ. എപ്പിസോഡ് www.justice.kt കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, ഞാൻ പ്രസിഡന്റിന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തോളാം സാറേ, ഞാനത് അയച്ചു കൊടുത്തോളാം. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഞങ്ങൾ കാസർഗോഡ് പാറാണ് സാർ. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ വരില്ല. ഇതിൽ തന്നെ മെസ്സേജ് ബോക്സിൽ അതൊക്കെ ഇട്ടിട്ട് www.justice.kt.com പിന്നെ ഒരു /LA small l thank you sir, thank you. AA means application. LA Limitation Act ന്റെ ഷോർട്ട് ആണ്.
താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. അത് സ്മോൾ ലെറ്റേഴ്സ് അടിക്കുക. പിന്നെ CPC-ക്ക് ആണെങ്കിൽ www.justicektshankaren.com/CPC. ആ CPC-യിൽ 100 ചില്ലാൻ എപ്പിസോഡായിരുന്നു. CPC താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ അതിങ്ങനെ സമയമുള്ളപ്പോ അല്ലെങ്കിൽ വല്ല കാറിലൊക്കെ പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ കുറെയൊക്കെ മെച്ചമുണ്ടാവും വിചാരിക്കാം, അല്ലേ? Yes sir, surely. Surely, sir. ഭയങ്കര എഫക്റ്റീവ് ആണ് സർ. അപ്പൊ അത് കേട്ടോളൂ. അതാണ് കാരണം ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷെ അതല്ല, അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി 15ലേക്ക് പോവാം. 12 ബ്രേക്ക് വേണോ? വേണ്ട 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 മിനിറ്റ്. വേണ്ട. വേണോ? എത്ര മണി വരെ എടുക്കാം? വേണ്ടേ, കണ്ടിന്യൂസ് ആയിട്ട് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ ആളുകള് എത്ര മണി വരെ എടുക്കാം? 1 മണി വരെ പോകും. Up to you. 1 o'clock. All right. എനിക്ക് 1 മിനിറ്റ് സമയം. 1 മിനിറ്റ്. ആറെന്ന ബ്രേക്ക് എടുത്തോ. Okay sir. Take a break sir. 1 മിനിറ്റ്. ಕಲ್ಲೂರವ್ರೆ, ನೀವು ಮ್ಯೂಟ್ ಮಾಡಬೇಕು ಅಂತ ಆಗದಿಂದ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಮಗೊಂದು ಕ್ಲಾಸಿಗೆ ಅರೇಂಜ್ ಮಾಡಿ ಆಯ್ತಾ ಮಯ್ಯರೇ? ಪ್ರದೀಪ್. ಶೋರ್. ಓಕೆ ಓಕೆ, ಮಾತಾಡಿ. ನಾನು ಮಾತಾಡೋ ಅಂತಿದ್ದೆ, ನೀವು ಮಾತಾಡಿ. ನಾನು ಮಾತಾಡ್ತೇನೆ. ಕೆ.ಡಿ. ಶಂಕರ್ ಸರ್. ಹೌದೌದು ಹೌದು, ಆಯ್ತಾ? ಒಂದು ಡೇಟ್ ಮಾಡಿ ಮತ್ತೆ ಮಾತಾಡುವ. ನೆಕ್ಸ್ಟ್ ನಾಳೆ ಇದ್ದಾರೆ, ನಾಳೆ ಡೇಟ್ ಮಾಡಿ ಬರುವ, ಆಯ್ತಾ? പ്ലീസ് മ്യൂട്ട്. ഈ പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതൊക്കെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ടൊക്കെ പറയട്ടോ. അൺനെസറി ഡിസ്കഷൻസ് ആർ കമ്മിങ്. അതെ, പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതേ പേഴ്സണൽ ആയിട്ട് തന്നെ ഫോൺ വിളിച്ച് മറ്റേ പറയും. സാറ് വന്നു. ഓക്കെ, തുടങ്ങാം. തുടങ്ങാം സാറേ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. ഇല്ല 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 ഇല്ല. 15. അല്പം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോകും സാറേ, അല്ലെങ്കിൽ നാളെ എടുത്താൽ തീരത്തില്ല. അതാണ് ഫാസ്റ്റ് ആയിട്ട് പോവാം. എക്സ്ക്ലൂഷൻ ഓഫ് ടൈം ഇൻ സർട്ടൻ കേസസ്. ഇത് 15 കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ സൂട്ട് ഓർ അപ്ലിക്കേഷൻ, the institution or execution which has been stayed by injunction or order, the time of continuance of the injunction order, the day on which it was issued or made, and the day on which it was withdrawn shall be excluded. അതിലൊരു ഡൗട്ടും ഇല്ല, വളരെ ക്ലിയർ ആണ്. അപ്പൊ നമ്മളൊരു സൂട്ടോ പ്രൊസീഡിങ്ങിനോ എക്സിക്യൂഷനോ പെറ്റീഷനോ എന്തെങ്കിലും വേറൊരു സൂട്ടോ അല്ലെങ്കിൽ വേറെ പ്രൊസീഡിങ്ങിനോ സ്റ്റേയോ ഇൻജക്ഷൻ ഉണ്ടെങ്കിൽ ആ പീരീഡ് നമ്മളെ സൂട്ടിനോ എക്സിക്യൂഷൻ പെറ്റീഷനോ period compute ചെയ്യുമ്പോൾ exclude. 2. In computing the period of limitation for a suit which notice has been given or for which previous consent or sanction of the government or any other authority is required in accordance with the requirements of law for the time being imposed, the period of such notice or as the case may be, the time required for obtaining such consent or sanction shall be excluded. ഇത് വളരെ ക്ലിയർ ആണ്. സെക്ഷൻ 80 നോട്ടീസ് ഉണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അതുമാതിരി സാങ്ഷൻ ഉണ്ട്. സെക്ഷൻ 195 CRPC പ്രകാരം ചിലതിൽ സാങ്ഷൻ വേണം, ചിലതിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സാങ്ഷൻ വേണം. ഇതിനൊക്കെ ഇത് സിവിലിനും ക്രിമിനലിനും അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ പീരിയഡ് എക്സ്ക്ലൂഡ് ചെയ്യും. Explanation. In calculating the time required for obtaining consent or sanction of the government or any authority, the date on which the application was made for obtaining consent or sanction and the date of receipt of the order of the government or authority shall both be counted. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ള പീരിയഡാണ് ഉള്ളത്. 3. In computing the period of limitation for any suit or application for execution of a decree by a receiver or interim receiver appointed in proceedings for adjudication of a person as insolvent, or any liquidator or provisional liquidator appointed in proceedings for winding up a complaint, the period beginning with the date of institution of such proceeding and ending with the expiry of 3 months from the date of appointment of such receiver or liquidator shall be excluded. Clear on. 4. In computing the period of limitation for a suit for possession by a purchaser at a sale in execution of a decree, the time during which a proceeding to set aside the sale has been prosecuted shall be excluded. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 134 ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 134 ഞാൻ നിങ്ങളോട് വർക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പറഞ്ഞു.
ആ ആർട്ടിക്കിൾ 134 എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കൊല്ലത്തെ പീരീഡ് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ പർച്ചേസർക്ക് ഒരു സൂട്ട് കൊടുക്കാൻ തടസ്സമില്ല എന്നാണ് എന്റെ വ്യൂ. എനിക്ക് അതിന് എന്റേതായ കാരണങ്ങൾ. അതിലൊരു കാരണം എന്താണ്? ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ എ സൂട്ട് ഫോർ പൊസഷൻ ബൈ എ പർച്ചേസർ, ഏതായി സൂട്ട് ഫോർ പൊസഷൻ ബൈ എ പർച്ചേസർ? അപ്പൊ സൂട്ട് ഫോർ പൊസഷൻ ബൈ എ പർച്ചേസർ പോസിബിൾ ആണല്ലോ, അല്ലേ? ആ, ഇത് 3 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. 15(4) ഒരു ജഡ്ജ്മെന്റിലും റെഫർ ചെയ്യും. ഒരു ജഡ്ജ്മെന്റിലും, റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റിലും ഈ 15(4)നെ കുറിച്ച് ഒരു പരാമർശവും. അപ്പൊ നിങ്ങൾ ആ പൊസിഷൻ വർക്കപ്പ് ചെയ്യുമ്പോൾ 15(4) കൂടി ഒന്ന് നോക്കും. ഇനി 5. In computing the period of limitation for a suit, the time during which such defendant has been absent from India and from territories outside India under the administration of central government shall be excluded. Yes. ഇനി ഇതിൽ കുറച്ച് ഡിസിഷൻസ് നോട്ട് ചെയ്യും. 15 ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. Yes. 1992 KHC 279 TS Lakshmikutti Amma versus Umman Nainan. അടുത്തത് 2009 8 SCC Volume 8 SCC 359. അത് KHC ലുണ്ട്. 2009 KHC 920. അമരേന്ദ്ര കുമാർ പോൾ വേഴ്സസ് മായ പോൾ ആൻഡ് അതേഴ്സ്. പിന്നെ ഒരു റിക്വസ്റ്റ്, whenever you cite a decision, you must also include the name. ലോവർ കോർട്ടിൽ നിന്ന് കിട്ടുന്ന ജഡ്ജ്മെന്റുകളിൽ ഒരു 75% ഈ ഡിസിഷൻസ് മാത്രമേ ഉണ്ടാവൂ, പേരുണ്ടാവില്ല. ഇവരത് സ്റ്റെനോഗ്രാഫർക്ക് ഡിക്റ്റേറ്റ് ചെയ്യും, സ്റ്റെനോഗ്രാഫർ അടിക്കും, അവരത് വെരിഫൈ ചെയ്യില്ല, വായിച്ചു നോക്കില്ല. വായിച്ചു നോക്കിയാലും അതിൽ മിസ്റ്റേക്ക് ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പലേറ്റ് കോർട്ടിൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ നമ്മൾ ഇത് വെച്ച് തിരിച്ചും മറിച്ചും സെർച്ച് ചെയ്യും, കിട്ടില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇതിലുണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കേട്ടോട്ടെ, വിരോധമില്ല. പേരും എഴുതണം. നമ്മൾ ആർഗ്യുമെന്റ് നോട്ട് കൊടുക്കുമ്പോൾ നമ്മളും എഴുതണം. കാരണം നമ്പറൊക്കെ എപ്പോഴും വ്യത്യാസം വരും, സ്ലിപ്പ് വരും, ഒക്കെ വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിറ്റ് അതിൽ കിട്ടാതെ പോകും. അപ്പൊ പേര് എഴുതുക. നെക്സ്റ്റ് ILR 2009-3 കേരള. ILR 2009-3 കേരള 625. അത് KHC യിലുണ്ട്. 625 KHC യിലുണ്ട്. 2009-3 KHC 164. Food Corporation of India and others versus C. Mohammed Kunyi. Paragraph 7. Paragraph 7 ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. പിന്നെ വേറെ കർണാടക ഡിസിഷൻ ഒന്ന് നോട്ട് ചെയ്തു. AIR 2005 കർണാടക 248. നെയിം ഓഫ് ദ കേസ്, ചിരിക്കണ്ട, തോട്ടപ്പ രാജപ്പ
Ingalahalli, Totappa, TOTA, PPA, Rachappa, Ingalahalli versus Gangadarayya, Neelakandayya. പിന്നെ എന്തൊരു പേരുണ്ട് പോട്ടെ സാറില്ല അത്രയും മതി. പിന്നെ അടുത്തത് AER 2002 കേരള. $146 അത് KLT ഷോർട്ട് നോട്ടേ ഉള്ളൂ, അതുകൊണ്ടാ പറയാം. KHC-ലുണ്ട് 2002 KHC 224. സേവിയർ വേഴ്സസ് ലൂസി ബി പാപ്പാളി. സേവിയർ വേഴ്സസ് ലൂസി ബി പാപ്പാളി. അതില് പാരഗ്രാഫ് 7, 8, 9. പിന്നെ 1984 3 SCC 561 and a parallel citation AER 1984 Supreme Court 1383. Anandi Lal and another versus Ram Narayan and others. പിന്നെ AER 2006 Kerala. വേണ്ട KLT-ലുണ്ടത് 2006 1 KLT 416. KHC 2006 KHC 159. Hanifa versus United Finance Corporation. Then 2012 1 SCC 690. AER 2012 Supreme Court 1769. Disha Constructions and others versus State of Goa and another. Adile paragraph 14, 15 and 16. Paragraph 14, 15 and 16. Then 2003 KHC 69. Union of India versus Kerala State Small Scale Industries Development and Employment Corporation. Paragraph 4, paragraph 6 no. Then AER 1990 volume 2 KLT 369. TPK Nair versus Union of India. അതിൽ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസ് ഉണ്ടല്ലോ, സെക്ഷൻ 15(2) പറയുന്ന സെക്ഷൻ 80 നോട്ടീസ്. ആ സെക്ഷൻ 80 നോട്ടീസ് എല്ലാ ഡിഫൻഡൻസിനും സെക്ഷൻ 80 നോട്ടീസ് വേണോ? എങ്കിൽ മാത്രമേ എക്സ്ക്ലൂഷൻ കിട്ടുള്ളൂ എന്നുണ്ടോ? ഇല്ല, ഒരാൾക്ക് മതി. പക്ഷെ അത് പ്രോപ്പർ പാർട്ടി ആവും. അത് ജസ്റ്റിസ് പത്മനാഭന്റെ ജഡ്ജ്മെന്റ്. ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ പാരഗ്രാഫ് 6. Then ILR 19 വേണ്ട KLT-ലുണ്ട് 1988 1 KLT 675. Municipal Commissioner versus David J. Bhanu. പിന്നെ 1983 KLT 562. Cochin Port Trust versus Associated Cotton Traders Limited and others. Then 1993 KHC
232. Sudarshan Sits India Limited. Sudarshan Sits India Limited versus Narasimhalu Chetty. Narasimhalu Chetty. That's paragraph 11 and 14. Paragraph 11 and 14. Then AER KLT 1988 to KLT. 1988 to KLT. 947. Johnson versus Astrophil Armadon. ARMADORN. പിന്നെ SA. S full stop, A full stop of Parama. എന്തോ ഷിപ്പാണ്. അത് ജസ്റ്റിസ് കൊച്ചുതോമന്റെ ജഡ്ജ്മെന്റ് ആണ്. ഈ the period during which the defendant was absent from India എന്ന് പറഞ്ഞു. അപ്പോ absent from India എന്ന് പറഞ്ഞാൽ when they were never present, it cannot be said that absent. A person is said to be absent if he was present. If he was never present, it cannot be said that he is absent. അതാണ് അത് പറഞ്ഞത്. അത് paragraph discussion in paragraph 20 and 21. 2021 പാരഗ്രാഫ് 2021 20, 21, 22. ഈ ജസ്റ്റിസ് കൊച്ചുതോമന് ഷിപ്പിംഗിൽ വലിയ എക്സ്പെർട്ടാണ്. ഷിപ്പിംഗ് ലോയിൽ വലിയ എക്സ്പെർട്ടാണ്. കുറച്ച് ആൾക്കാർക്ക് അത് അറിയില്ല. AER 19 നെക്സ്റ്റ്. AER 1969 സുപ്രീം കോർട്ട് 552. PCK മുത്തയ്യ ചെട്ടിയാർ MUTHIA മുത്തയ്യ ചെട്ടിയാർ versus VES ഷൺമുഖം ചെട്ടിയാർ. അതിൽ പാരഗ്രാഫ് 3, 4 and 5. ഈ ഞാനിപ്പോ ഈ ഡിസിഷൻസ് ഒക്കെ പറയുന്നത് പിന്നെ ഒരു 60 ഒരു മദ്രാസ് ഡിസിഷൻ നോക്കിപ്പോ. AER 1961 മദ്രാസ് 199. അതിന്റെ ഒപ്പം തന്നെ AER 1969 സുപ്രീം കോർട്ട് 552. അത് രണ്ടും കൂടി ഒന്നിച്ച് നോക്കാം. 15(5) must be distinguished from section 9, which provides that where once time has begun to run, no subsequent disability or inability to sue stops it. The absence of the defendant from India does not give rise to inability or disability to sue on the part of the plaintiff. Further, there is no question under this section stopping running of time. It provides for computation of the period of limitation in a particular manner by excluding certain period. അപ്പൊ നമുക്ക് 15(5) ഒന്നും നമുക്ക് വലിയ ആവശ്യം വരില്ല. പിന്നെയാണ് നാളെ നമ്മളുടെ ഡിസ്കഷനിൽ വരുന്ന ഒരു സാധനം 15(4) ആർട്ടിക്കിൾ 134. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ എൻ്റെതായ റീസൺസ് ഉണ്ട്, പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റുകള് വ്യത്യസ്ത ജഡ്ജ്മെന്റുകളുണ്ട്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അതിനാകെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ വക്കീൽമാരെന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് ഇത്രയും, ആരെങ്കിലും നമ്മളുടെ കക്ഷികള് കോർട്ട് ഓപ്ഷനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഡെലിവറിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക. നിയമമൊക്കെ എന്തോ ആയിക്കോട്ടെ, അവർ ഇന്റർപ്രറ്റ് ചെയ്ത് തല പൊളിച്ചോ, പക്ഷെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കാം. അപ്പൊ അത് കഴിഞ്ഞു, 15 കഴിഞ്ഞു. See why I am citing all these decisions is that nowadays you need not search any book, search engines are there.
but still it will take much time. So I searched it once. That benefit you must get it. That is why I am citing it, so that when these decisions are read, to some extent the problems are solved. Then we go to section 17. No, 16. 16 വലിയ കാര്യമൊന്നുമില്ല. 16 നമ്മൾ വായിച്ചിട്ട് വിടാവുന്നേ ഉള്ളൂ. Where a person who would, if he were living, have a right to institute a suit or make an application, dies before the right accrues, or where a right to institute a suit or make an application accrues only on the death of a person, the period of limitation shall be computed from the time when there is a legal representative of the deceased capable of instituting such suit or making the application. A legal representative in a disability ഉണ്ടെങ്കിൽ ആ 6, 7 and 8 apply. ഇതിന്റെ കമന്ററീസ് ഒന്ന് വായിച്ചു നോക്കി. കുറച്ച് കാര്യം പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അപ്ലിക്കേഷൻ വരാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നു. ടു വേർ എ പേഴ്സൺ അഗൻസ്റ്റ് whom if you are living, അത് മറ്റേന്റെ കോൺട്ര ചെയ്താണ്. ഈ ഡിഫൻഡന്റിനെ പറ്റി പറയാം. Where a person against whom, if you are living, a right to institute a suit or make an application would have accrued, dies before the right accrues, or where a right to institute a suit or make an application against any person accrues on the death of such person, the period of limitation shall be computed from the time when there is a legal representative of the deceased against whom the plaintiff may institute such suit or make such application. Nothing in subsection 1 and 2 applies to suits to enforce right of preemption or to suits for possession of removed property or of hereditary office. Removed property, the section 27 will apply. You have exclusion. Time 17. Effect of fraud or a mistake. The fundamental rule is that fraud vitiates everything, even solemn acts and proceedings of court. ഫ്രോഡ് എന്ന് നമ്മൾ പറയുന്ന കോമൺ പാർലൻസിൽ നമ്മൾ നാട്ടുകാർ ഉപയോഗിക്കുന്ന ഫ്രോഡല്ല കോടതിയിലെ ഫ്രോഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വക്കീൽമാര് മറ്റൊരു പറയില്ല, അവൻ ആളൊരു ഫ്രോഡാണ് എന്ന് നമ്മൾ പറയാറില്ലേ. ആള് ഭയങ്കര FRI കേട്ടാണ്, അത് മോശമാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. അത്യാവശ്യം തട്ടിപ്പൊക്കെ ഉള്ള ആളെ പറ്റി നമ്മൾ പറയും ഫ്രോഡ്. ആ ഫ്രോഡല്ല ഈ ഫ്രോഡ്, ഇത് വേറെ ഫ്രോഡാണ്. ഫ്രോഡ് അതിന് ആ ഡിസിഷൻസ് വായിക്കുമ്പോഴായി അറിയും. ഫ്രോഡ് എക്സ്ട്രിൻസിക് ടു ദ പ്രൊസീഡിങ്സ് ആയിരിക്കും, അങ്ങനെ പറയുന്നത്. അത് എന്താണ് അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതിന് ഐ വിൽ ഗിവ് യു സം ഡിസിഷൻസ് വിച്ച് വിൽ ഗിവ് യു ഫുൾ ഇൻസൈറ്റ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്, ഇൻ വാട്ട് കേസസ് ഇറ്റ് ക്യാൻ ബി ഡൺ ആൻഡ് ഓൾ ദോസ് തിങ്സ്. See, a decree was obtained by exercising fraud. ഒരു ഡിഗ്രി ഫ്രോഡുലന്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. That decree can be set aside by filing a suit. In another suit, a decree passed earlier can be set aside on the ground of fraud, because the fraud vitiates everything. What is fraud in judicial proceeding is a different matter. Fraud, not disclosing all the facts does not amount to fraud. അവൻ അത് അന്യായത്തിൽ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്നൊക്കെ കൂടി പറയേണ്ടതായിരുന്നു എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഡിഫൻസിൽ ഇന്നത് പറഞ്ഞില്ല, പറഞ്ഞു അത് ഫ്രോഡാണെന്ന് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ the court would not have arrived at that decision but for this representation. Or the proceedings before court was utilized to arrive to achieve the fraudulent intention. Please mute your phone. Pradeep. Somebody. പ്രദീപിന്റെ മുകളിലായിരിക്കുന്നു. Okay. ഓക്കെ. അതെന്ത് ജീപ്പാ, വില്ലീസാണോ പഴയത്?
അതെ സാധാ ജീപ്പാണ്. ഏ പഴയ ജീപ്പാണോ? ഫോട്ടോ കാണുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ സിനിമ. വില്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു ജീപ്പ് ഉണ്ട് പഴയത്, അപ്പൊ അതില്ല. കുഴപ്പമില്ല, പ്രൊസീഡ്. ശരി, അതാണ് ഫ്രോഡ്. 17 വായിക്കാം. Where in the case of any suit or application for which a period of limitation is prescribed by this act, the suit or application is based upon the fraud of the defendant or the respondent or his agent. The knowledge of the right to or title on which a suit or application is founded is concealed by the fraud of any such person as aforesaid. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. നമ്മൾ വല്ലാതെ പോണ്ട. ഞാൻ ഐ വിൽ ഗിവ് യു ദ സൈറ്റേഷൻസ്, യു ഗോ ത്രൂ ഇറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വല്ലാതെ ഡിസ്കസ് ചെയ്യണ്ട. The suit or application is for the relief from the consequence of a mistake. D. Where any document necessary to establish the right of the plaintiff or applicant has been fraudulently concealed from him, the period of limitation shall not begin to run until the plaintiff or applicant has discovered the fraud or the mistake, or could with reasonable diligence have discovered it, or the case of a concealed document until the plaintiff or the applicant first had the means of producing the concealed document or compelling its production. ഇതൊക്കെ ഇപ്പൊ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മ്യൂച്വൽ മിസ്റ്റേക്ക്. ഒരു കോൺട്രാക്ട്, ദർ ഇസ് എ മ്യൂച്വൽ മിസ്റ്റേക്ക്. അതെന്നുള്ള റിലീഫിന് വേണ്ടിയിട്ട് ആ സൂട്ട് കൊടുക്കും. ഈ മ്യൂച്വൽ മിസ്റ്റേക്ക് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ബിക്കോസ് ഓഫ് ദ ഫ്രോഡ്. അങ്ങനെ വരുമ്പോ അത് ആ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യും. അതാണ് പറയുന്നത്. Provided that nothing in this section shall enable any suit to be instituted or application to be made to recover or enforce any charge against or set aside any transaction affecting any property which, in the case of fraud, has been purchased for valuable consideration by a person who was not a party to fraud. Third party ഫ്രോഡിലൊന്നും പങ്കാളി അല്ലാത്ത ഒരാൾ വാങ്ങും ആ പ്രോപ്പർട്ടി, അയാൾക്കത് ബാധകമല്ല. And did not at the time of purchase know or have reason to believe that any fraud has been committed. In the case of a mistake has been purchased for valuable consideration subsequently to the transaction in which the mistake was made by a person who did not know or have reason to believe that the mistake has been made. In the case of a concealed document has been purchased for valuable consideration by a person who was not a party to the concealment and did not at the time of purchase know or have reason to believe that the document has been concealed. Where a judgment debtor has by fraud or force prevented the execution of a decree or order within the period of limitation, the court may, on the application of the judgment creditor made after the expiry of the said period, extend the period for execution of the decree or order, provided that such application is made within 1 year from the date of discovery of fraud or cessation of force as the case. You may note that for execution of decree, Section 5 of the Limitation Act is not applicable. There is no question of extension of any period. No extension for a suit also. But this is an exception to that, whereby fraud or force enforcement is prevented. The court can extend it, and provided that application is filed within 1 year from the cessation of discovery of the fraud or cessation of that force. അപ്പോൾ ഒരാൾക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണം ഡെലിവറിക്ക് 12 കൊല്ലത്തിനുള്ളിൽ കൊടുക്കണം. മാൻഡേറ്ററി ഇൻജങ്ഷൻ ആണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ. ഇയാളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു, വേറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇയാളെ എങ്ങനെ കൊടുക്കും? അപ്പൊ അയാളെ റിലീസ് ചെയ്തു. 3 കൊല്ലം കഴിഞ്ഞ്, 3 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞ് റിലീസ് ചെയ്തു. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ, ഡിലേ കണ്ടോണേഷൻ പറ്റില്ല. അപ്പൊ എന്തുണ്ട് ഇവിടെ? ഫ്രോഡ് ഓർ ഫോഴ്സ് ആ പീരിയഡ് എക്സ്ക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ 12 കൊല്ലാവാൻ പോണു, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുകയാണ്, ഡെലിവറി ഓഫ് പൊസഷൻ. അതിന് 11 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ കൊടുക്കാൻ പോകണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോ
അയാളെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഒരു കൊല്ലം അവിടെ പാർപ്പിച്ചു തടവില്, എവിടെയെങ്കിലും വല്ല ബീഹാറിലോ കൊങ്ങിലോ ഒക്കെ, പിന്നെ മേഘാലയയിലോ എവിടെയെങ്കിലും. അത് കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞപ്പോൾ റിലീസ് ചെയ്തു. ഡിലേ കൺട്രോൾ ചെയ്യാൻ വകുപ്പില്ല, പക്ഷെ ഇവിടെ ഫോഴ്സിൽ തടഞ്ഞു വെച്ച പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്യാൻ ഈ പ്രൊവിഷൻ. ഇതാണ്. ഇനി ഇതിൽ കുറെ ഡിസിഷൻസ് നോട്ട് ചെയ്തോളൂ, അത് വായിച്ചു നോക്കിയാൽ കാര്യം മനസ്സിലാവും. AER 2018 സുപ്രീം കോർട്ട് 2018 സുപ്രീം കോർട്ട് 5013. അത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അന്ന് ജസ്റ്റിസ് രമണ, ജസ്റ്റിസ് അബ്ദുൽ നസീർ, രാധാബായ് പി ആൻഡ് അതേഴ്സ്, രാധാബായ് പി ആൻഡ് അതേഴ്സ് വേഴ്സസ് പി അശോക് കുമാർ. അത് ആർബിട്രേഷൻ അവാർഡ് സെറ്റ് അസൈഡ് ചെയ്യേണ്ടതാണ്, പക്ഷെ എന്നാലും റിലവൻ്റ് ആണ്. സെക്ഷൻ 17 ഡിസ്കഷൻ. അതിൽ പാരഗ്രാഫ് 32, 35, 36, 37, 38, 39, 40, 41 and 42 and 42. ഇത്രയും വായിച്ചാൽ ആ സെക്ഷൻ 17 ഭാഗം കവർ ചെയ്യും. ഈ ചില സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ടാവും, അത് ഹെഡ് നോട്ടിലൊന്നും ഉണ്ടാവില്ല, ഇതിന്റെ അകത്തെ എവിടെയെങ്കിലും ഉണ്ടാവും. തപ്പിയാലും കിട്ടില്ല. അതാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മലങ്കര ചർച്ച് കേസിൽ കുറെ പോയിന്റ് ഡിസൈഡ് ചെയ്തു. അവര് ചർച്ചും ഇതൊക്കെ പുറമെ സെക്ഷൻ 11 വരുന്നുണ്ട്, സെക്ഷൻ 9 CPC വരുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ ഒരിക്കൽ ബുദ്ധിമുട്ടിയെ കണ്ടുപിടിച്ച പാരഗ്രാഫ് അവിടെ എഴുതി വയ്ക്കുക. മലങ്കര ചർച്ച് കേസ് നോക്കൂ, AER 95 സുപ്രീം കോർട്ട് 2001. മലങ്കര ചർച്ച് വായിച്ച തലതിരിയും, ഭ്രാന്താവും നമുക്ക് വായിച്ചാൽ. അതൊന്നും വായിക്കേണ്ട കാര്യമില്ല. അതിൽ പക്ഷെ 2 പോയിന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 9 ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്, സെക്ഷൻ 9 CPC, സെക്ഷൻ 11 CPC. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിലുണ്ട്, തപ്പി കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 17 ഡിസിഷൻ 1998 to KLT 1078 തോമസ് വേഴ്സസ് ദേവസി. അടുത്തത് 1994 KHC 232. KLT ഷോർട്ട് നോട്ടാണ്. 232 കാർത്തിയാനി അമ്മ വേഴ്സസ് സുധാ സുന്ദരൻ. 1986 KLT 351 AA Joseph versus Varghese George. Then 1981 KLT. അത് ആ ഡിസിഷനിൽ അത് പാരഗ്രാഫ് 9. 81 KLT 120 സതീ ദേവി വേഴ്സസ് രാമലിംഗം പിള്ളை. പാരഗ്രാഫ് 3. Then 2011 വോളിയം 12 SCC 243. Commissioner of Central Excise Mumbai versus Messrs Calvert Foods KALVERT Calvert Foods India Private Limited. Paragraph 27.
1994 1 KLT 937. South India Corporation Private Limited versus Assistant Commissioner Assessment and others. Assistant Commissioner within brackets Assessment and others. ഇനി ഒരു മദ്രാസ് ഡിസിഷൻ ഉണ്ട്, അത് നന്നിട്ടോ. സ്വാമി ദുരൈ എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജിന്റെ ആണ്, ഞാൻ അറിയില്ല ജഡ്ജ്. AER 1995 മദ്രാസ് 372. പേച്ചി അമ്മാൾ versus N ജ്ഞാനസുന്ദരം GNA സുന്ദരം നാടാർ. അതിൽ ഫാക്സ് പാരഗ്രാഫ് 1 and 2 ഉണ്ട്. ഡിക്റ്റം പാരഗ്രാഫ് 8. Then 74 KLT 244. STO Trivandrum versus MD Abraham. Paragraph 3. Then AER 2001 Supreme Court 2763. Pallav Sheth versus Custodian and others. Contempt of court ഒക്കെ ഉണ്ട്. അതിൽ പാരഗ്രാഫ് 47 and 48 അത് നോട്ട് ചെയ്തോളൂ, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പാരഗ്രാഫ് 47 and 48. Then (1997) 2 KLT page 70. അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടോ സംശയം, ഏതായാലും ഒരു കാര്യം ചെയ്തോളൂ, KHC ഡിസിഷൻ കൂടി എഴുതിക്കോളൂ. 97 KHC 326. മറ്റേത് 70 തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ എന്തോ ഒരു ബ്ലാങ്ക് എന്തോ കാണാനുണ്ട്. പോട്ടെ, 97 2 KLT 70 എന്ന് എഴുതിക്കോളൂ. അതിന്റെ ഒപ്പം തന്നെ 97 KHC 326 എന്ന് എഴുതിക്കോളൂ. രഘുരാമ റാവു versus Fatima B. Paragraph 5 and 6. Then 1962 KLT 1019. Subramanian versus Nagaramma. അതിൽ പാരഗ്രാഫ് 368 ആ ഫ്രോഡിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ ഉണ്ട്. ജഡ്ജ്മെന്റ് ബൈ ജസ്റ്റിസ് മാധവൻ നായർ. പാര 9 ഉം 19 ഉണ്ട്. പാരഗ്രാഫ് 368 9 19 ആ ജസ്റ്റിസ് മാധവൻ നായരുടെ. ഈ ജസ്റ്റിസ് പത്മനാഭനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ ജസ്റ്റിസ് മാധവൻ നായരുടെ ജഡ്ജ്മെന്റുകൾ വളരെ 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 നല്ല ജഡ്ജ്മെന്റുകൾ. അദ്ദേഹത്തിന് വേറെ വലിയ പ്രശസ്തിയൊന്നുമില്ല, വളരെ അങ്ങനെയൊന്നും ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിവിലിലുള്ള ജഡ്ജ്മെന്റുകൾ ഗംഭീരമാണ്. ഇതിൽ അതിന്റെ ഡിസ്കഷൻ ആ പാര 3, 6 and 8 ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ. എന്താണ് ഫ്രോഡ് എന്നുള്ളത്. 2004-8 SEC 588.
588. Anandaswamy and others versus Boraya. Paragraph 6. Okay. പിന്നെ 2003 8 SEC 319 Ramchandra Singh versus Savitri Devi and others. അത് പാരഗ്രാഫ് 15 മുതൽ 18 കൂടി പിന്നെ 33. പാരഗ്രാഫ് 15 മുതൽ 18 കൂടി പിന്നെ 33 പാരഗ്രാഫ്. Then 2014 KHC 3032 Saju George versus Muhammad Sharif and others. അത് പാരഗ്രാഫ് 21. പിന്നെ AER വേണ്ട, KLT ഉണ്ട്. 2011 1 KLT 292 292. Okay. പിന്നെ 92 AER 1992 സുപ്രീം കോർട്ട് 155 ശ്രീമതി ഷിഷ്ട് SHRI SHT എന്ത് പേരപ്പ SHRI SHT ധവാൻ versus Messrs. Shah Brothers SHAW Shah Brothers. Paragraph 10. Sir, മറ്റേ പേജ് 70 പറഞ്ഞ കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലേ? 1997 2 KLT പേജ് 70 കറക്റ്റ് ആണ്. ഇതിൽ പറഞ്ഞത് പാരാ 10 fraud is essentially a question of fact. The burden to prove which is upon him who alleges. He who alleges fraud must do so promptly. There is a presumption of legality in favor of a statutory order. The collector so and so. Fraud and collusion vitiate even the most solemn proceedings in any civilized system of jurisprudence. Paragraph 10 paragraph 20 ആ ഡിസിഷൻ. അത് ജസ്റ്റിസ് കൊച്ച് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് കൊച്ചുതോമനും ജസ്റ്റിസ് സഹായും കൂടിയുള്ള കൊച്ചുതോമൻ ജഡ്ജിയുടെ ജഡ്ജ്മെന്റാണ്. അതിലൊരു സുപ്രീം കോർട്ട് 2-3 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. എന്താ പറയുന്നത്? ഫ്രോഡ് like a charge in a criminal offense must be proved beyond reasonable doubt. However strange the circumstances may be, however strange the coincidences may be, that is not a substitute for proof. ഇത് പഴയ പ്രിവി കൗൺസിലിൽ ഏതോ എന്നുള്ളതാണ്. സുപ്രീം കോർട്ടിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് ഈ പ്രിൻസിപ്പിൾ ഇതാണ്. Fraud, like any other charge in a criminal offense, must be proved beyond reasonable doubt. However strange the coincidences and circumstances may be, that is not a substitute for proof. Proof എന്നതാണ്. അടുത്തത് 1994 1 SEC 1. അത് AERലുണ്ട്. AER 94 സുപ്രീം കോർട്ട് 853. അത് നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് കേട്ടോ. അത് വേറെ പോയിന്റിലും ഉണ്ട്.
അത് ലിമിറ്റേഷൻ ആക്ട് മാത്രമല്ല, നമ്മൾ ഇന്നലെ അത് സൈറ്റ് ചെയ്തു. ചെങ്കൽവരയ നായിഡു വേഴ്സസ് ജഗന്നാഥ്, SP ചെങ്കൽവരയ നായിഡു. ഞാൻ ഇന്നലെ അത് സൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വേറൊരു പോയിന്റ്, SP ചെങ്കൽവരയ നായിഡു വേഴ്സസ് ജഗന്നാഥ്. അതില് പാരഗ്രാഫ് 1(5) ഇതാക്കണ്ട. പാരാ 1 പറയണു, fraud avoids all judicial acts, ecclesiastical or temporal, observed Chief Justice Edward Coke of England about 3 centuries ago. It is the settled proposition of law that a judgment or decree obtained by playing fraud on court is a nullity and honest in the eye of law. Such a judgment or decree by the first court or by the highest court has to be treated as a nullity by every court, whether superior or inferior. It can be challenged in any court, even in collateral proceedings. Then 1996 5 SCC 550. Parallel citation AER 1996 Supreme Court 2592. Indian Bank versus Messrs Satyam Fibers. Then 2005 7 SCC 605. AER citation is AER 2005 Supreme Court 3330. ആ പേര് എഴുതിക്കോളൂ, BHAURAO. പിന്നെ അടുത്ത വാക്ക് DAGDU. പിന്നെ അടുത്ത വാക്ക് പരാൽക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അതേഴ്സ്. അത് പാരഗ്രാഫ്, അത് ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷന്റെ സ്കീമിലുള്ള ഒരു കേസാണ്. അത് കുറെ തട്ടിയെടുത്ത് ഇതൊക്കെയാണ്. അതിൽ ഫ്രോഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാരഗ്രാഫ് 11 പാരഗ്രാഫ് 11:33. Then AER 1976 Supreme Court 712. Union of India versus Messrs Chadurbhai M. Patel and Company. Paragraph 7. പിന്നെ 2006-4 KL 377. Gopalakrishnan MK and others versus Rajamma. A party, para 24, a party alleging fraud is bound to establish it by cogent evidence. Mere suspicion cannot be accepted as proof. Para 24. ഇത്രയാണ് 17 നമ്മൾ സൈറ്റ് ചെയ്തത്. ഇനി 18 ഇന്ന് വേണോ നാളെ വേണോ, നിങ്ങളുടെ ഇഷ്ടം. വലിയ ക്ഷീണല്ലേ കേൾക്കണം? നാളെ ഓക്കെ. പറയണ ഞാനിങ്ങനെ എഴുതി പറയും, കേൾക്കണം നിങ്ങൾക്ക് ബോറടിക്കുക. എല്ലാരും പൊതുവെ എന്താ വേണ്ടേ? ഇന്ന് വേണോ അതേ നാളെ വേണോ? മടുത്തെങ്കിൽ നാളെ ആക്കാം. നാളെ ആണെങ്കിൽ കൊള്ളാം സാർ. നാളെയാണത് ശരി. അപ്പൊ പൊതുവെ നാളെ വേണമെന്നുള്ള നാളെ അങ്ങനെ ചെയ്യാം. നാളെ 10 മണി സെയിം ലിങ്കിൽ തന്നെ കയറാം. സെയിം ലിങ്കിൽ തന്നെ. നാളെ 18, 19 ഇമ്പോർട്ടന്റ് ആണ്. ഓ
20 ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ 22, 23 സാരില്ല. 25, 26 ആവശ്യമില്ല. ഈസ്റ്റ്മെന്റ് ആക്ട് വരും. 27 നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. അതിന്റെ ഡിസിഷൻസ് മാത്രം തന്നാൽ. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ 64 and 65 ആണ്. ഈ ആർട്ടിക്കിൾ 64 and 65 ഈ അഡ്വൈസ് പൊസിഷൻ വരുന്നത്. നമുക്ക് സാധാരണഗതിയിൽ സിവിൽ കോടതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് 64 and 65 ആണ്. അത് അതിന്റെ 1963 ആക്ടിലും 1908 ആക്ടിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചുരുക്കം പറഞ്ഞുതരാം, ചുരുക്കത്തിൽ പറയാം. അത് ഈ ലിമിറ്റേഷൻ ആക്ട് 1963 ഒരു ഭയങ്കരമായ വിപ്ലവമാണ് നടത്തിയിട്ടുള്ളത്. വിപ്ലവം ആർട്ടിക്കിൾ 64 and 65. അപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ ആർട്ടിക്കിൾ 65 എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആക്ടിൽ ആർട്ടിക്കിൾ 142 ആയിരുന്നു. അതെങ്ങനെ വെച്ചാല് അതിന്റെ അർത്ഥം എന്താണ്? When a plaintiff files a suit based on title, he has to prove possession within 12 years. ഞാൻ സൂട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്കെതിരായിട്ട്. എനിക്ക് ടൈറ്റിൽ ഉണ്ട്, ഡിക്ലറേഷൻ ഓഫ് ടൈറ്റിൽ, ഇൻജങ്ഷൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റിക്കവറി ഓഫ് പൊസഷൻ കൊടുക്കാന്ന് വിചാരിക്കുക. Under the old limitation act, I had to prove that I was in possession of that property within a period of 12 years. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. സബ്മർജ്ഡ് ലാൻഡ്, കായൽ ലാൻഡ്, മറ്റേ വേസ്റ്റ് ലാൻഡ്, ഇതിനൊക്കെ ഈ പൊസഷൻ പ്രൂവ് ചെയ്യാൻ വലിയ പാടാണ്. കായലിനൊക്കെ എങ്ങനെ പൊസഷൻ പ്രൂവ് ചെയ്യാം? അപ്പൊ അന്ന് പല കേസിലും പ്രിലിമിനറി പോയിന്റ് ആയിട്ട് വെദർ ദ പ്ലെയിന്റിഫ് ഹാസ് പ്രൂവ്ഡ് പൊസഷൻ വിത്തിൻ 12 years എന്നുള്ള ക്വസ്റ്റ്യൻ റേസ് ചെയ്യും. എന്നിട്ട് അതാണ് ഡിസൈഡ് ചെയ്ത് സൂട്ട് തന്നത്. അപ്പീൽ പോകുമ്പോ അപ്പീൽ കോടതി കാണാൻ പറയും. അപ്പൊ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. ഇത് മാറ്റം ചെയ്ത് ഇപ്പൊ എന്താക്കി? ഇപ്പോഴത്തെ ആർട്ടിക്കിൾ 65 എന്താ? സൂട്ട് ഫോർ പൊസഷൻ ബേസ്ഡ് ഓൺ ടൈറ്റിൽ. Limitation is 12 years. Third column, the date, the period from which the just കൃത്യമായിട്ട് പറയാം. ആർട്ടിക്കിൾ 65 ഇതൊന്നും ഒരു പ്രിലൂഡായിട്ട് പറഞ്ഞു വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ ഈ ആർട്ടിക്കിൾ 64, 65 മാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു സാധനം. കാരണം എല്ലാ കേസിലും ഒരു ഡിഫൻസും ഇല്ലാത്തതിലും അഡ്വേഴ്സ് പൊസഷൻ റേസ് ചെയ്ത് വയ്ക്കും. അപ്പൊ അഡ്വേഴ്സ് പൊസഷൻ റേസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ആ പ്രിൻസിപ്പിൾസ് വളരെ ക്ലിയർ ആയിരിക്കാം. അത് വളരെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. 65 പറയുന്നത്, ആർട്ടിക്കിൾ 65, for possession of immoral property or an interest therein based on title, 12 years, when the possession of the defendant becomes adverse to the plaintiff. അപ്പൊ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? I am filing a suit based on my title. You are not disputing my title. You are claiming adverse possession. For whom it has to prove? It is to be proved by you. Burden of proof, so far as the title is either admitted or proved, plaintiff has no other burden. Pandate Limitation Act, plaintiff had to prove possession within 12 years from the date of filing a suit. That is taken away. Now the plaintiff, if he is claiming a title and it is either admitted or proved, or there is an estoppel, or there is a subsidiary title claimed by, ഞാൻ പറയുന്നു ഞാൻ അതിന്റെ അബ്സല്യൂട്ട് ഓണറാണ്, നിങ്ങൾ കയ്യേറി. നിങ്ങൾ പറഞ്ഞു ഞാൻ കയ്യേറിയിട്ടൊന്നുമില്ല, എനിക്കൊരു ലീസ് തന്നു, ഞാൻ അഡ്വേഴ്സ് പൊസഷൻ ആണ്, ആനയെ പോലാണ് എന്നൊക്കെ പറഞ്ഞു. എന്റെ ടൈറ്റിൽ അഡ്മിറ്റ് ചെയ്താലല്ലേ നിങ്ങൾ സബ്സിഡിയറി ടൈറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഓർ യു ആർ ക്ലെയിമിംഗ് പൊസഷൻ അണ്ടർ എൻ എഗ്രിമെന്റ് ഫോർ സെയിൽ അണ്ടർ മീ, that means my title is admitted. പിന്നെ ഞാൻ ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഡോക്യുമെന്റ് ഹാജരാക്കിയാൽ മതി. ഹാജരാക്കണമെന്നില്ല. കാരണം
Plaintiff says, I am the plaintiff. I say that I have title. You trespassed upon my property. You say that there was an agreement for sale by which I agreed to sell the property to you. You are put in possession. So you admit my title and you say that you are in adverse possession. First thing is for you to prove. I need not prove anything. നമ്മൾ കയ്യും കെട്ടിയിരുന്നാണ്. രണ്ടാമത്തെ കാര്യം, when you claim possession under a color of title, that possession can never become adverse. അപ്പൊ ഡിഫൻഡന്റ് പറയാണ്, എനിക്കൊരു അഗ്രിമെന്റ് ഫോർ സെയിൽ പ്രകാരം എന്നെ കൈവശം തന്നു, ഞാനത് ഇത്രയും കാലമായിട്ട് കൈവശം വെക്കുകയാണ്, അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് പൊസഷൻ നിൽക്കില്ല. വേറെ വല്ല 53A അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള വല്ലതും ഒക്കെയാണ് ചെയ്യും. കാരണം when you are claiming a subsidiary title under me, a license, lease or agreement for sale, whatever it is, then that means title is admitted. അപ്പൊ ഇപ്പോഴത്തെ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ടൈറ്റിലിന്റെ മുകളിൽ സൂട്ട് കൊടുക്കുമ്പോൾ പ്ലെയിന്റിഫിന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത വളരെ കുറവാണ്. ടൈറ്റിൽ ഡിനൈ ചെയ്താൽ പ്രൂവ് ചെയ്യണം. So long as the defendant does not deny the title, പ്ലെയിന്റിഫിന് പിന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സപ്പോസ് ഡിഫൻഡന്റ് ആണ് പ്ലെയിന്റിഫിന് പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക, അസൈൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക, രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്. How can the defendant deny the title of the plaintiff? Cannot. The plaintiff need only produce the document of title. Then the rest of the proof burden of proof is on the defendant. That is the ocean change made by the 1963 limitation. And then about the pleadings with respect to adverse possession. പല കേസുകളിലും ഏത് കാരണവശാലും എതിർ കൈവശ കാലകാരണത്താൽ ഗുമസ്തന്മാർ എഴുതുന്നതാണ് പഴയ ഓൾഡ് ബാൻഡിക്കൂട്ട്സ്, പഴയ തലമുറയിൽപ്പെട്ട ഗുമസ്തന്മാർ എഴുതുന്നത്. ഏത് കാരണവശാലും എതിർ കൈവശ കാലകാരണത്താൽ നശിച്ചു പോയിരിക്കുന്നു. പോരാ, ആ പ്ലീഡിംഗ് ഒന്നും പോരാ. കണ്ടിന്യൂസ് പൊസഷൻ അൺഇൻറ്ററപ്റ്റഡ് വിത്ത് ഹോസ്റ്റൈൽ ടൈറ്റിൽ, hostile animus possidendi, factum of possidendi. All these things must be alleged and proved. So there must be specific allegation in the plea. വെറുതെ എതിർകൈവശ കാലകാരണം എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ടിപ്സാണ്. അത് നമുക്ക് ബാക്കിയുള്ള എല്ലാ തിയറിറ്റിക്കൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് സിവിൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽമാർക്ക് ആവശ്യം. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ബോറിംഗ് ഒന്നുമില്ല സാറേ, വളരെ കൺവിൻസിംഗ് ആയിട്ട് അത് ചെയ്യണം. ഓരോ സെക്ഷൻസുകളും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ഒരു സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് വളരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് ചെയ്യണം. ഒരു ബോറിംഗ് അല്ല. പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രയോജനപ്രദമാണ്. ഒരു സംശയം. I am satisfied with that. എന്റെ പർപ്പസ് അതാണ്. നമ്മൾ വേറെ ഞാനിപ്പോ അതാര് റെഫർ ചെയ്തിട്ട് പറയല്ല, അല്ലെങ്കിൽ എന്നെ പൊക്കിയിട്ട് പറയും. ഞാനും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ എല്ലാ കളിയൊക്കെ നമ്മളൊക്കെ എല്ലാവരും കളിക്കുന്നത്. ഈ ചില ബൊംബാസ്റ്റിക് പ്രസംഗങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ ആരും പറയില്ല. ഒരു കാര്യമില്ല. നമ്മൾ കേട്ടിരിക്കുന്ന ആൾക്കാരെ വിചാരിക്കുന്നത് ഓ ഗംഭീരം കേട്ടോ, ഗംഭീരം. What do you carry home? Nothing. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലര് ഇടിവെട്ട് പ്രസംഗമായിരിക്കും. അതിപ്പോ ലോ സബ്ജക്റ്റ് ആണെങ്കിലും വേറൊന്നാണെങ്കിലും ശരി, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും വേറൊന്നാണെങ്കിലും അടിച്ച് കലക്കി നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കും. നമ്മൾ പുറത്തുനിന്ന് പറയും ഓ എന്താ വിവരം. അയാൾക്ക് വിവരണ്ടായിട്ട് നമുക്കെന്താ കാര്യന്നേ? അയാൾക്ക് വിവരമുണ്ട്. നമ്മൾ 1 മണിക്കൂർ അയാളുടെ പ്രസംഗം കേൾക്കും, ഗംഭീരായി. നമുക്ക് അയാൾക്ക് വിവരമുണ്ടെന്ന് ബോധ്യായി. നമുക്കെന്താ ഗുണം? നമുക്കൊരു ഗുണമില്ല. നമ്മൾ കുറച്ചു നേരം പോയി ധരിച്ചിരിക്കും, ഒരു സുഖം കിട്ടും, കിട്ടുന്നുള്ളു. പക്ഷെ അത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കരിയറിലോ പ്രൊഫഷനിലോ ഒരു ചേഞ്ച് വന്നു. അപ്പൊ ഒരു ക്ലാസ്സോ ഒരു ലെക്ചറോ കഴിഞ്ഞു, the persons who hear it must be benefited to some extent. അപ്പൊ അത് പ്രസംഗത്തിലുള്ള ഭയങ്കര ബൊംബാസ്റ്റിക് അല്ല എന്നുള്ളതാണ്. What do you carry home is important.
Okay, if I can convey something which is beneficial to you in your day-to-day practice, then I must be smart. That is my motto. So we will meet tomorrow at 10 o'clock. Okay. അപ്പൊ ആർക്കെങ്കിലും ഇന്ന് പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. സർ, ആ 14 എക്സ്പ്ലനേഷൻ ബി റെസിസ്റ്റിംഗ് ആൻഡ് അപ്പീൽ അതൊന്ന് പറയാം. അതായത് 14 അപ്പൊ ഒരു സൂട്ട് കൊടുത്തു. എ ഫയലിലെ സൂട്ട് അഗൈൻസ്റ്റ് ബി. എ ഫയലിലെ സൂട്ട് അഗൈൻസ്റ്റ് അതിലെ ബി കണ്ടന്റ് that the court has no jurisdiction. Court has no jurisdiction. Court ennu parnu, no, I have jurisdiction. The defendant's plea is not correct. ennu parnu. Appo suit proceed cheyanallo, suit idaakam. Aa order ne challenge cheyidu. Appeal or revision law. If it is an order which is appealable as an appeal from an order, either under section 104 or order 43 rule 1, it can be appealed against, or a revision will lie, or OP civil will lie. എന്തെങ്കിലും ഒരു വക്കീൽമാർ അതിൽ എന്തെങ്കിലും കൊള്ളിച്ചോളൂ. റിവിഷൻ ഉണ്ടെങ്കിൽ റിവിഷൻ, ഇല്ലെങ്കിൽ OP civil അല്ലേ സുരേഷൻ. എന്തെങ്കിലും ചാലഞ്ച് ചെയ്തു. അപ്പൊ മെയിൻറ്റനബിൾ അല്ല, കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ഡിഫക്ട് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് ഡിഫൻഡന്റ് വാദിച്ചു. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. ആ ഓർഡറിന്റെ മുകളില് അയാള് ഡിഫൻഡന്റ് അപ്പീൽ പോയി. ഡിഫൻഡന്റ് അപ്പീൽ പോയപ്പോ അപ്പീൽ കോർട്ട് പറഞ്ഞു ഇയാളുടെ വാദം ശരിയാണല്ലോ, കോർട്ടിന് ഡിഫക്ട് ഓഫ് ജൂറിസ്ഡിക്ഷൻ, സൂട്ട് തള്ളേണ്ടതാണ്. ആ സൂട്ട് ഡിഫക്ട് ഓഫ് ജൂറിസ്ഡിക്ഷനിൽ തള്ളി. അപ്പൊ നിങ്ങൾ വേറൊരു സൂട്ട് കൊടുക്കുകയാണ്, ആ അപ്പോഴേക്കും ബാറായി. അപ്പൊ ദ ടൈം ഡ്യൂറിങ് വിച്ച് യു ആർ പ്രോസിക്യൂട്ടിങ് ഡിഡക്ട് ചെയ്യണ്ടേ. അപ്പൊ അപ്പലേറ്റ് കോർട്ടിൽ നിങ്ങൾ അവിടെ ചെലവാക്കിയ സമയവും ട്രയൽ കോർട്ടിൽ ചെലവാക്കിയ സമയവും കഴിക്കണ്ടേ. അവിടെ പ്രോസിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞ അപ്പീൽ നിങ്ങളല്ലല്ലോ കൊടുത്ത്, മറ്റാരല്ലേ കൊടുത്ത്. അപ്പൊ യു ആർ പ്രോസിക്യൂട്ടിംഗ് എന്ന് പറയാൻ പറ്റുമോ? അത് ക്ലാരിഫൈ ചെയ്യാൻ എക്സ്പ്ലനേഷൻ. ആസ് എ റെസ്പോണ്ടന്റ് യു ആർ പ്രോസിക്യൂട്ടിംഗ്, അത്രേ ഉള്ളൂ. സാർ, അപ്പൊ സെക്ഷൻ 21 അത് എന്തെങ്കിലും ബന്ധം വരും സാർ? അത് സെക്ഷൻ 21 സെക്ഷൻ 21 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, ഒന്ന് പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ, ഒന്ന് എക്സിക്യൂഷൻ പ്രൊസീഡിംഗ്. അതിൽ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ ആൻഡ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, objection as to jurisdiction should be raised at the earliest possible opportunity and whenever issues are settled at or before such settlement. അത് ഇല്ലെങ്കിൽ പിന്നെ അപ്പീലിലോ റിവിഷനിലോ ഇത് റേസ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ ജൂറിസ്ഡിക്ഷൻ പോയിന്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പീലിലോ റിവിഷനിലോ അത് ഡിഫക്ട് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് മാത്രം പോയിന്റ് ഔട്ട് ചെയ്താൽ പോരാ, there must be failure of justice. ഇത് ടെറിട്ടോറിയൽ ആൻഡ് പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ ആണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ these two jurisdictional objections can be waived. Jurisdiction over the subject matter agreement will not confer jurisdiction. For example, a suit for dissolution of marriage is filed in the municipal court. Defendant is absent. ഭർത്താവ് കൊണ്ട് ഭാര്യക്കെതിരായിട്ട് ഒരു ഡൈവോഴ്സിന് ഒരു സൂട്ട് കൊടുത്തു മുനിസിപ്പൽ. ഭാര്യ കേസ് നടത്താനൊന്നും പോയില്ല. മുൻസിഫ് എന്ത് പറഞ്ഞു? ഡിഫൻഡന്റ് ആബ്സെന്റ്, സെറ്റ് എക്സ് പാർട്ടി, അഫിഡവിറ്റ് ഫയൽ, സൂട്ട് ഡിഗ്രി. യൂഷ്വൽ വാചകമാണല്ലോ അല്ലേ? എക്സ് പാർട്ടിയിൽ അതാണ് വാചകം. സെന്റൻസ് ഈസുവാസൊന്നും ഉണ്ടാവില്ല. ഡിഫൻഡന്റ് ആബ്സെന്റ്, സെറ്റ് എക്സ് പാർട്ടി, അഫിഡവിറ്റ് ഫയൽ, സൂട്ട് ഡിഗ്രി. ഇതാണ് വാചകം. യൂഷ്വൽ അവരുടെ പഴയ മോഡൽ. അത് തലമുറ കൈമാറി ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് ഓരോ പാറ്റേൺ. അത് നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടത്. അതിപ്പോ വക്കീലോ മസന്മാർക്ക് ഒരു നടത്ത ശൈലി, ചില ടീച്ചർമാരെ കണ്ടാൽ നടന്നു പോകുന്നത് അറിയാം ടീച്ചറാണ് ഇല്ലേ? വക്കീലോ മസനെ കണ്ടാ അറിയാം, ആധാര എഴുത്തുകാരനെ കണ്ടാ അറിയാം, ജുഡീഷ്യൽ ഓഫീസറെ കണ്ടാ അറിയാം. ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസറെ എവിടെയെങ്കിലും നിന്ന് വർത്താനം പറയും, ഓടല്ലേ ചെയ്യുള്ളൂ. വെട്ടിക്കൊണ്ട പന്നി മയിലുമായി ഓടുക. എന്തോ അവർക്ക് നിന്ന് വർത്താനം പറഞ്ഞ എന്തോ തേഞ്ഞു പോണമാതിരി, എന്തോ ഭയങ്കര ധൃതി.
ഞാൻ പറഞ്ഞ് ശരിയല്ലെങ്കിൽ ശരിയല്ല. അങ്ങനെയാണ് ഞാൻ അവരെ കളിയാക്കാറുണ്ട്. എന്താ അവിടെ നിന്നിട്ട് വരാന്തയിൽ നിന്ന് വർത്താനം പറഞ്ഞ് 2 വർത്താനം പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നു, സംഭവിക്കാൻ പോകും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തേ പറഞ്ഞു വന്ന് മറന്നുപോയി. അപ്പൊ ഫാമിലി ഡിസ്പ്യൂട്ടില് ഫാമിലി ഡിസ്പ്യൂട്ട്. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ ഞാൻ കോടതിയിൽ പോകാൻ പോകും പറഞ്ഞു, സൂട്ട് ഡിഗ്രി. അത് പിന്നീട് അത് എന്തെങ്കിലും ഭാഗങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വരിക ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ അപ്പൊ അവിടെ ഒബ്ജക്ഷൻ ടു ജൂറിസ്ഡിക്ഷൻ റേസ് ചെയ്യേണ്ട കാര്യമില്ല. ഈവൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റേസ്ഡ്, ഇറ്റ് ഈസ് എൻ അബ്സല്യൂട്ട് ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് എൻ അബ്സല്യൂട്ട് ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സബ്ജക്ട് മാറ്റർ, ഈവൺ ഇഫ് എ പാർട്ടി അല്ലെങ്കിൽ വൈഫ് വന്നിട്ട് പറയാം ഇത് ഫാമിലി കോർട്ടിലാണ് കൊടുക്കേണ്ടത്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എഗ്രി ചെയ്യും, ഇവിടെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പൽ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ കിട്ടുമോ? കിട്ടില്ല. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും പെക്യൂണിയറി ജൂറിസ്ഡിക്ഷനും അത് കണ്ടന്റ് ചെയ്തില്ലെങ്കിൽ that shall be treated as waived. And even if it is raised and it is found correct by the appellate court will also look into whether there is a consequent injustice, failure of justice. That's section 21. Yes. ഓക്കെ സാർ, താങ്ക്സ്. Okay. Thank you. അപ്പോൾ നമുക്കെന്നാ അവസാനിപ്പിക്കാം. നമ്മുടെ അഡ്വക്കേറ്റ് ബൽറാം അജിത്തിനെ ഈ ഡിസിഷൻസ് സാർ പറയുന്ന ഡിസിഷൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ കർത്തവ്യം നിർവഹിച്ചു. ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പറയുവാനായിട്ട് നമ്മുടെ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ജോസിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റിസ് കെ ടി ശങ്കരൻ സാർ, ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ജോണി മതിപ്പാൽ സാർ, ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, മൂവാറ്റുപുഴ ബാറിലെ മുൻ പ്രസിഡന്റുമാർ, സീനിയർ അഭിഭാഷക സുഹൃത്തുക്കൾ, സിവിൽ നിയമത്തില് ഏറ്റവും അതോറിറ്റിയായ ഒരു ക്ലാസ് എടുക്കാൻ കഴിയുന്ന ശങ്കരൻ സാറിനെ നമുക്കൊരു ക്ലാസ് എടുക്കാൻ ലഭിച്ചു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു പൂ ചോദിച്ചു ഒരു പൂന്തോട്ടം ലഭിച്ചു എന്ന്. ആ ഒരവസ്ഥയിലാണ് ഞങ്ങള്. കാരണം ഇന്നലെ ഒരു ദിവസത്തേക്ക് ലിമിറ്റേഷൻ ആക്ടില് ക്ലാസ് എടുത്തു തരാം എന്ന് സാറ് സമ്മതിച്ചു. അതനുസരിച്ച് ക്ലാസ് അറേഞ്ച് ചെയ്തു. അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ സാറ് പറഞ്ഞു, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നാളെയും നിങ്ങൾ റെഡിയാണ്, ക്ലാസ് എടുത്തു തരാം എന്ന്. അങ്ങനെ ഇന്നും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ സമയത്ത് സാറ് പറയുന്നു, ഇതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവണമെങ്കിൽ നാളെയും ക്ലാസ് ഉണ്ടായേ നിങ്ങൾ റെഡിയാണ്, ക്ലാസ് എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ മനസ്സിന് നമുക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ ശങ്കര സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി കണ്ടെത്തി ലിമിറ്റേഷൻ ആക്ടില് ഒരു നല്ല ഒരു അധ്യാപകനെ പോലെ ഒരു പേരിനൊരു ക്ലാസ് എടുത്ത് പോവുക എന്നതിലപ്പുറത്തേക്ക് നമുക്ക് സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ലിമിറ്റേഷൻ ക്ലാസിന്റെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാറിന് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പേരിൽ ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ, ആദരവോട്, ബഹുമാനത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ജോണി സാറ് ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ആജി സാറിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ജോണി സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും, എനിക്കറിയാം തുടർച്ചയായി മണിക്കൂറുകൾ ഈ ക്ലാസ്സിന് വേണ്ടി കണ്ടെത്തുന്ന നിങ്ങൾ ഓരോരുത്തരോട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ എൻ്റെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സില് എല്ലാ അറേഞ്ച്മെന്റുകൾക്കും നേതൃത്വം നൽകി മാർഗനിർദ്ദേശം നൽകുന്ന അഡ്വക്കേറ്റ് വിൽസൺ സാറിന് ബാർ അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സൈറ്റേഷൻ എല്ലാം കൃത്യമായി സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ബലറാമിനും ബാർ അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ശങ്കരൻ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Thank you. അപ്പൊ നാളെ സെയിം ലിങ്ക് ആട്ടോ, ലിങ്കിന് ഒരു മാറ്റമില്ല, സെയിം ലിങ്ക്. Thank you, sir. Thank you, sir. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. Thank you, sir. Shall I leave the meeting? ഓക്കെ. Yes, sir.